നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഹായ്, ഹാപ്പി ഈസ്റ്റർ. വെൽക്കം ടു ജീസസ് കിഡ്സ്. ഈ ഈസ്റ്റർ ആഘോഷം നമ്മുടെ കൂട്ടുകാർക്ക് പുതിയൊരു അനുഭവമായി. എങ്ങനെയാണെന്നല്ലേ കാണാം. കാട്ടിലെ കൂട്ടുകാർ. ഗംഭീരേ, ഇത് കണ്ടോ? അനാഥ മന്ദിരം സാമ്പത്തിക ബാധ്യത മൂലം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. എന്റെ ദൈവമേ, അനാഥ മന്ദിരം അടച്ചുപൂട്ടാനോ? വാക്കി കേക്കട്ടെ. 50ഓളം അന്തേവാസികൾ താമസിക്കുന്ന അനാഥ മന്ദിരം സാമ്പത്തിക ബാധ്യത മൂലം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. സ്ഥലം എവിടെയാ മോട്ടോ? സ്ഥലം പങ്കിലംകാട്ടിൽ. ഓ, കഷ്ടം തന്നെ മോട്ടോ. അന്തേവാസികൾക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവയ്ക്ക് പണം കണ്ടെത്താനാവാതെ അധികാരികൾ ബുദ്ധിമുട്ടുന്നു. ഓർക്കുമ്പോ വിഷമം വരും. എത്ര പേരെ പാവങ്ങള്. നമുക്ക് വരെ സഹായിച്ചാലോ? അതിനെന്താ, നമുക്ക് ഇപ്രാവശ്യത്തെ ഈസ്റ്റർ അവരുടെ കൂടെ ആഘോഷിക്കാന്നേ. അത് നല്ലത്, വളരെ നല്ലത്. നമുക്കാകുന്ന സാമ്പത്തിക സഹായം ചെയ്യാമെന്നേ. അവരെ ബന്ധപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? നോക്കട്ടെ, ഫോൺ നമ്പർ ഉണ്ട്. ഓ, എങ്കിലും ആ നമ്പർ എന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ചു നോക്കാലോ. ഞാൻ വിളിച്ചോക്കാം. പറഞ്ഞോളൂ നമ്പർ. 9447 കുത്തിയോ? 266 533. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഇത് പങ്കിലങ്കാട്ടിലെ അനാഥ മന്ദിരല്ലേ? അതെ, ഞങ്ങള് ഏഴിമലയിൽ നിന്നാ വിളിക്കുന്നേ. അതെ, പത്രത്തിൽ കണ്ടു വിളിക്കുന്നതാ. അയ്യോ, ഒരു ചെറിയ സഹായം ചെയ്യാൻ വേണ്ടിട്ടാ. അങ്ങനെ അധികമൊന്നുമില്ല. ഇത് ഈ വരുന്ന ഈസ്റ്ററിന് ഞങ്ങൾ അങ്ങോട്ട് വരും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ. ഈ നമ്പറിൽ വിളിച്ചാ പോരെ? ഓക്കെ, ശരി. പിന്നെ വിളിക്കാം കേട്ടോ. എന്ത് പറഞ്ഞു? അയ്യോ, അവർക്ക് എന്ത് സന്തോഷമായെന്നോ. നമുക്ക് ഈ വർഷത്തെ ഈസ്റ്റർ പുണ്യദിനമായി മാറും. അവരുടെ നിഷ്കളങ്കമായ സംസാരം കേൾക്കുമ്പോ തന്നെ മനസ്സറിയുന്നേ. അത് ശരിയാ. ഗംഭീരേ, ഈസ്റ്ററിന് ഇനി അധിക ദിവസം ഇല്ല. വേഗം എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്യണം. ഓക്കെ, ഞാൻ ഏറ്റു. പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യം. ചേച്ചി, എനിക്ക് പേടിയാവുന്നു. നമ്മുടെ കൂടെയുള്ള ആരെയും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് ഉറക്കെ വിളിച്ചു നോക്കിയാലോ? അയ്യോ, അത് വേണ്ട. ശബ്ദം കേട്ടോ കാട്ടുമൃഗങ്ങൾ ഉപദ്രവിക്കും. നമ്മൾ പിന്നെ എങ്ങനെ രക്ഷപ്പെടാ? നേരം വൈകുന്നോറും കൂടുതൽ കുഴപ്പത്തിലാവുന്നാ തോന്നുന്നേ. എനിക്ക് പേടിയാവുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ആരേലും കണ്ടു കിട്ടിയാ മതിയായിരുന്നോ? വാ, നമുക്ക് പോകാം. ബാങ്കിൽ പോയി പണം എടുക്കണം.
നാളെയാണ് ഈസ്റ്റർ. ഓ എത്ര പെട്ടെന്നാ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അല്ല നമ്മുടെ മോട്ടുനെയും കപിലിനെയും കണ്ടില്ലല്ലോ. ശരിയാ, ആദ്യം ബാങ്കിൽ പോയി പണം എടുത്തിട്ട് വരാം, എന്നിട്ട് നാളെ പോകേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ശരി. നോക്കിയ പപ്പീസ്, കണ്ട കണ്ട കണ്ട, നോക്ക്, 2 കുട്ടികള്. ഓ ശരിയാണല്ലോ. അവരുടെ കയ്യില് കുറെ ചെടികളും മേലകളും ഒക്കെ ഉണ്ടല്ലോ. ഇവർക്ക് എന്താ കാട്ടില്? എന്തിനാ ഓടുന്നത്? നിക്കാനല്ലേ പറഞ്ഞത്? അവിടെ നിൽക്കൂ. നിങ്ങൾ എവിടുന്നാ? നിങ്ങൾ എവിടേക്കാ വന്നത്? എന്താ ഈ കാട്ടില്? ഞങ്ങള് പേടിക്കാതെ കാട്ടിൽ വന്ന കാര്യം പറ. ഞങ്ങള് പച്ചമറന്ന് പറിക്കാൻ വന്നതാ. ഒറ്റയ്ക്കോ? പച്ചമരുന്നോ? അല്ല, ഞങ്ങളുടെ കൂടെ വേറെയും കുറെ ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരൊക്കെ അവിടെ പോയി? അവരെ കാണുന്നില്ല, ഞങ്ങള് കൂട്ടം തെറ്റിപ്പോയതാ. അയ്യോ. ആട്ടെ, ഇത് എന്തിനാ ഈ പച്ചമരുന്ന്? അത് വിറ്റ് കാശുണ്ടാക്കാനാവല്ലേ? അല്ലല്ല, ഇത് പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാനാ. രോഗികൾക്കോ? ഏത് രോഗികള്? ചേട്ടന്മാരെ, ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തന സമിതിയിലെ അംഗങ്ങളാ. അതിന് ഞങ്ങളുടെ നാട്ടിലൊരു അനാഥ മന്ദിരമുണ്ട്, അവിടെ കുറെ അന്തേവാസികളും ഉണ്ട്. അവർക്ക് ചികിത്സിക്കാൻ കാട്ടുമരുന്ന് തേടി വന്നതാ. ഇപ്പോ നിങ്ങൾ എങ്ങനെയാ പുറത്തെടുക്ക? ഞങ്ങൾക്കറിയില്ല, ഞങ്ങക്ക് പേടിയാവുന്നുണ്ട്. പേടിക്കൊന്നും വേണ്ട. അല്ല, നിങ്ങളുടെ വീട്ടിലറിയോ നിങ്ങൾ ഈ കാട്ടിലേക്കാ വന്നതെന്ന്? അവരെ ബന്ധപ്പെടാൻ വല്ല ഫോൺ നമ്പർ എങ്ങാനും ഉണ്ടോ? അനാഥ മന്ദിരത്തിലെ നമ്പർ അറിയാൻ ചേട്ടാ. ഓ എങ്കിലേ ഈ ഫോണിലൊന്ന് ഡയൽ ചെയ്ത് തന്നേ. നോക്കട്ടെ. അയ്യന്റെ ഗംഭീരേ, ഇത് നമ്മൾ നാളെ പോകാൻ വേണ്ടിയിരുന്ന സ്ഥലത്തിന്റെ നമ്പറാ. അത്ഭുതമായാലോ മക്കളെ, നിങ്ങളുടെ ഈ അഗതി മന്ദിരത്തിലേക്ക് ഞങ്ങള് നാളെ ഈസ്റ്റർ ദിനത്തിൽ വരാനിരുന്നതാണ്. അതെ, ഞങ്ങൾക്കും നിങ്ങളുടെ അനാഥ മന്ദിരത്തിൽ നാളെ പ്രവർത്തിക്കണം. ചേട്ടന്മാരെ, ഞങ്ങൾ നാളെ അവിടെ ഒരു ഈസ്റ്റർ ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, എങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് പോവാം. അയ്യോ, ഇന്ന് രാത്രി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളോടൊപ്പം ഇന്ന് ഇവിടെ ഈസ്റ്റർ ആഘോഷിച്ചിട്ട് നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു. എന്റെ ഗംഭീരേ, അപ്പൊ കുട്ടികളുടെ വീട്ടിൽ കുട്ടികളെ കാണാതെ മാതാപിതാക്കൾ വിഷമിക്കില്ലേ? ഓ അതിനല്ലേ പപ്പീസ് ഫോൺ. അതെങ്ങനെ? നമ്മൾ അനാഥ മന്ദിരത്തിലേക്ക് വിളിച്ച് കാര്യം പറയും, അവരിവരുടെ വീട്ടിൽ അറിയിച്ചോളൂ. ഓ അത് കൊള്ളാം. അതായത് നിങ്ങൾക്ക് പേടിയുണ്ടോ? ഏയ്, നിങ്ങൾക്കൊപ്പം കഴിയാൻ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. അതെ, എങ്കിലും സമയങ്ങളുണ്ട്. പപ്പീസേ, ഇവരെയും കൂട്ടി മോട്ടോന്റെ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ബാങ്കിൽ പോയിട്ട് ക്യാഷ് വിളിക്കട്ടെ കേട്ടോ. ഹലോ, മോട്ടു, ദേ നമുക്കിന്ന് 2 ഗസ്റ്റ് ഉണ്ട്. ഈസ്റ്റർ ആഘോഷം ഇന്ന് മോട്ടുവിന്റെ വീട്ടിൽ. സാറിനെ വിളിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ വന്നിട്ട് കാണാം. അപ്പൊ പപ്പീസേ, അക്കാര്യങ്ങളൊക്കെ മോട്ട് നോക്കിക്കോളൂ. ഞാൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങി വേഗം. തീർച്ചയായിട്ടും പോയി വാ. ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്നേ. മക്കളെ, നിങ്ങൾ ധൈര്യമായിട്ട് പപ്പീസിനോട് പോയിക്കോളൂ. വീട്ടിൽ അറിയിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. ഓക്കെ? അപ്പൊ പപ്പീസ്, സമയം കളയുന്നില്ല, ഞാൻ പോട്ടെ. ഓക്കെ മക്കളെ, അപ്പൊ ആദ്യമായിട്ടോ നിങ്ങൾ കാട്ടിൽ. സന്തോഷായോ? ഈ വർഷത്തെ ഈസ്റ്റർ വളരെ സന്തോഷമുള്ളൊരു ഈസ്റ്റർ ആണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ കിട്ടിയ പുണ്യദിനം. മക്കളെ, ഇത്ര ചെറുപ്രായത്തിൽ ഈ 2 കുട്ടികൾ ചെയ്യുന്നത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു. ശരിയാ, അവരെ പോലെ തന്നെ നമ്മളും ഇവരുടെ ജീവിതം പാഠമാക്കണം. ഈ ഈസ്റ്റർ ദിനം നമ്മുടെ ജീവിതത്തിൽ
ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാകട്ടെ. അമ്പൽ സാറേ, ഞങ്ങൾക്ക് ഈ കാടും ഒരു വീട് പോലെ തന്നെയാ തോന്നുന്നത്. മക്കളെ, ഇവിടെ ഞങ്ങളും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കും. മക്കളെ, നമുക്ക് ആഘോഷങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ നല്ല പ്രവർത്തനത്തിന് കാട്ടിലെ കൂട്ടുകാർ നിങ്ങൾക്കൊരു സമ്മാനം നൽകുന്നുണ്ട്. തരൂ. ഇത് കുഞ്ഞുമോൾ, വെട്ടിക്കത്തി. ഇത് ഈ വലിയ മോൾ വീട്ടിക്ക്. ഇനി നമുക്ക് ആഘോഷത്തിലേക്ക് കടക്കാം. ഈ അന്തരീക്ഷത്തിന് പറ്റിയൊരു പാട്ട് ആരാ പാടുന്നേ? ചേച്ചി നന്നായി പാടും. അയ്യോ, ഞാനൊന്നും പാടില്ല. പാടുമോളെ. ശുഭ്രവസ്ത്രധാരികളായി ലില്ലിപ്പൂക്കൾ വിരിഞ്ഞല്ലോ, താരകതിരികൾ കൈകളിലേന്തി വാനം പുഞ്ചിരി തൂകുന്നു. ശുഭ്രവസ്ത്രധാരികളായി ലില്ലിപ്പൂക്കൾ വിരിഞ്ഞല്ലോ, താരകതിരികൾ കൈകളിലേന്തി വാനം പുഞ്ചിരി തൂകുന്നു. തിരുത്താനസുദിനമിത് ദിവ്യശാന്തി കുളിർ വിതറും പാവനമോഹന വേളയിത്. ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ. ഈ ഈസ്റ്റർ അനുഭവത്തോടൊപ്പം നമുക്ക് കുറച്ച് ഈസ്റ്റർ ചിന്തകളിലേക്ക് പോകാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്നെന്താ ഇത്രമാത്രം സന്തോഷം? അങ്കിൾ, ഇന്ന് ഈസ്റ്റർ അല്ലേ? ഓ, അത് ശരി, ഇന്ന് ഈസ്റ്റർ ആണല്ലോ അല്ലേ? അതെ അങ്കിൾ. ഓക്കെ, അപ്പം ഈസ്റ്റർ വളരെ സന്തോഷം നൽകുന്ന ഒന്നാണല്ലേ? അതെ അങ്കിൾ. ഈസ്റ്റർ എന്താ അങ്കിൾ? ഓ, അത് ശരി, ഈസ്റ്റർ എന്താണെന്ന് അറിയാതെയാണോ നീ ഇത്രമാത്രം സന്തോഷിക്കുന്നേ? എനിക്കറിയില്ല. ഓ, അത് ശരി. കൂട്ടുകാരെ, ഈസ്റ്റർ തരുന്ന സന്ദേശം വലിയൊരു സന്ദേശമാണ്. ഈസ്റ്റർ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ദിനമാണ്. ലോകത്തിലെ അനേകം ആളുകൾ ഈ ദിനം അത് ആഘോഷിക്കുന്നു, അതിനെ ഓർത്തു വരുന്നു. എന്താ കാരണം എന്നറിയാമോ? ഇതുപോലെ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ മറ്റൊരു വ്യക്തി ഇല്ല. ലോകത്തിൽ അനേകം മഹാന്മാർ ജീവിച്ചിട്ടുണ്ട്, അനേകം പ്രവാചകന്മാർ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ മരിച്ചു മൺമറഞ്ഞു പോയപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് തിരുവെഴുത്ത് എഴുതിയതുപോലെ ഉയർത്തെഴുന്നേറ്റവനാണ് യേശുക്രിസ്തു. ആ ഉയർപ്പാണ് ഈസ്റ്റർ എന്ന ദിനം കൊണ്ട് ലോകം മുഴുവൻ ഓർത്തു വരുന്നത്. യേശു എന്തിനാ മരിച്ചത്? യേശു കർത്താവ് എന്തിനാ മരിച്ചതെന്നോ? അതങ്ങൾ പറയാം. ഓക്കെ, അങ്ങൾ പറഞ്ഞുതരാം. യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി യാഗമായി തീരാൻ വേണ്ടിയാണ്, മരിക്കുവാൻ വേണ്ടിയാണ്. എന്താ കാരണം എന്നറിയാമോ? മനുഷ്യരെല്ലാം ദൈവത്തിൽ നിന്നും അകന്നു ജീവിക്കുകയായിരുന്നു. എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നതെന്നറിയാമോ? എനിക്കറിയാം. എങ്ങനെയാ? പ്രവൃത്തികൾ കൊണ്ടും ജന്മന പാപങ്ങൾ കൊണ്ടുമാണ്. നുണ പറയുക, മോഷ്ടിക്കുക, ചീത്ത വാക്കുകളൊക്കെ പറയുക, ഇങ്ങനെ മനുഷ്യരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയായിരുന്നു. അപ്പോൾ മനുഷ്യൻ്റെ അകൽച്ച നീക്കുവാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. രണ്ടാമത്, യേശു ഭൂമിയിൽ വന്നതിൻ്റെ ലക്ഷ്യം ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടി. ദൈവം ആരാണെന്നറിയാമോ? ദൈവം സൃഷ്ടാവ്. അതെ, സൃഷ്ടാവാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളുണ്ടല്ലേ? എന്തൊക്കെയാണ് ഞങ്ങൾ? ദൈവം സ്നേഹവാനാണ്. എനിക്കറിയാം. ഓക്കെ, എന്നാ നീ ഒന്ന് പറഞ്ഞേ. സ്നേഹമാണ്. സ്നേഹവാനാണ്. പിന്നെ ദയുണ്ട്. ദയുള്ളവനാണ്. പിന്നെ കരുണയുള്ളവനാണ്. കരുണയുള്ളവനാണ്. ശരിയാ, യേശു ഭൂമിയിലായിരുന്നപ്പോൾ കരുണ കാട്ടി അല്ലേ? ദയ കാട്ടി. തൻ്റെ അടുക്കൽ വന്ന
രോഗികൾക്ക് താൻ സൗഖ്യം നൽകി. മരണവീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിച്ചു. ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഈ ഭൂമിയിൽ തന്നിലൂടെ താൻ പ്രകടിപ്പിച്ചു. അപ്പം ദൈവത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. മൂന്നാമതായി യേശു ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും തന്നെ രക്ഷിക്കുവാനായിട്ട്. നീതിമാനായ ദൈവം മനുഷ്യനൊരു ശിക്ഷ വിധിച്ചു. എന്താണെന്നറിയാമോ? മരണം. ശരിയാണ്, പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. ആ മരണശിക്ഷ യേശു സ്വയം ഏറ്റെടുത്തു. എന്നാൽ അവനെ അടക്കി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ ലോകത്തിൽ ഇതുപോലൊരു അത്ഭുതം വേറെ ഒന്നുമില്ല. ഇന്നും യേശുവിൻ്റെ കല്ലറ തുറന്നാണ് കിടക്കുന്നത്. കാരണം യേശു ഉയർത്തെഴുന്നേറ്റു. പ്രിയ കൂട്ടുകാരെ, ഈ ഈസ്റ്റർ ദിനം നമുക്ക് തരുന്ന സന്ദേശം ജീവനുള്ള ദൈവത്തെ നമുക്ക് കാട്ടിത്തരുന്നു. നമ്മുടെ അകൽച്ച ഇല്ലാതാക്കിയ ദൈവം, ദൈവത്തെ വെളിപ്പെടുത്തിയ യേശു കർത്താവ്, മനുഷ്യൻ്റെ പാപത്തിന് പാപമോചനം നൽകിയ യേശു കർത്താവ്. ഈ ഈസ്റ്റർ ദിനത്തിൽ ഈ നല്ല കർത്താവിനെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓക്കെ, ബൈ. നൗ ദ ടൈം ഓഫ് മെസ്സേജ്. ഈസ്റ്റർ ആശംസകൾ അറിയിച്ചിട്ടുള്ള ധാരാളം കത്തുകൾ ഇത്തവണ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഈസ്റ്റർ വിഭവങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്ക് കത്തെഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഒരിക്കൽ കൂടി എല്ലാ ജീസസ് കിഡ്സ് കൂട്ടുകാർക്കും ഹാപ്പി ഈസ്റ്റർ.